കോട്ടയത്തേക്ക് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ ഉദ്ഘാടകനായി മഹാരാഷ്ട്ര ഗവർണർ. പുതുപ്പള്ളിയിൽ നടക്കുന്ന പരിപാടിയിലാണ് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നത്. ഗവർണർ ആകുന്നതിന് മുമ്പ് BJP ദേശീയ നേതാവായിരുന്നു CP രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തണമെന്ന് CP രാധാകൃഷ്ണൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നതായും ഗവർണറെ പരിപാടിയിലേക്ക് വിളിച്ചതിൽ എന്താണ് തെറ്റെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. അദ്ദേഹം എന്നോട് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വരണമെന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിൻ്റെ ഒരു ഗവർണറാണ്. ആ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പറയുകയാണ് വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങൾ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന്. അല്ല, അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം. ഗവർണറാണോ? യെസ്, ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ചാണ്ടി ഉമ്മന്റെ വാദം ഇതാണ്. പക്ഷേ ഈ വാദം കോൺഗ്രസ് കേന്ദ്രങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? സ്വാഭാവികമാണ്. ബി ജെ പിക്കാരനായിരുന്ന ഒരു ഗവർണർ കൂടിയാണ്. സ്വാഭാവികമായും ഈ നീക്കത്തിന് പിന്നിൽ ചാണ്ടി ഉമ്മൻ എന്തുദ്ദേശിക്കുന്നു എന്നതുകൂടി ചർച്ചയാവില്ലേ? എന്താണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം? തീർച്ചയായും നേതാക്കൾ ആരും അങ്ങനെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ചാണ്ടി ഉമ്മന്റെ നീക്കത്തിൽ പല അതൃപ്തിയും നേരത്തെ തന്നെ പല നേതാക്കളും അടക്കം പറച്ചിലുകളായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നാമത് ഈ പാർട്ടിയോട് ആലോചിക്കാതെയാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പോൾ ചാണ്ടി ഉമ്മന്റെ മറുചോദ്യമുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെ കേരള ഗവർണറെ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടികളിൽ പലതവണ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ മഹാരാഷ്ട്ര ഗവർണറുടെ വിഷയത്തിൽ മാത്രം പ്രശ്നം എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഇദ്ദേഹം BJP-യിൽ കേരളത്തിന്റെ പ്രഭാരിയായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം തന്നെ അല്പസമയം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയെ പോലും താനാണ് തീരുമാനിച്ചിരുന്നത്. അന്ന് തോൽക്കുമെന്നറിയാമായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹം വളരെ കാര്യമായി ബഹുമാനിക്കുന്നു. ആ ലെഗസി ചാണ്ടി ഉമ്മനിലൂടെ തുടരുന്നു ഈ ലഹരിക്കെതിരായ പോരാട്ടങ്ങളിലൂടെ എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അത്തരം വിഷയങ്ങളിൽ ഒന്നിക്കണം. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. വിഴിഞ്ഞത്തിൽ അദ്ദേഹത്തെ താൻ അഭിനന്ദിച്ചു. അപ്പോൾ ഇത്തരം വിവാദങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ചാണ്ടി ഉമ്മനും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ BJP-യുടെ അറിയപ്പെടുന്ന ഒരു RSSന്റെ ഭാഗത്ത് നിന്നൊക്കെ വന്ന ഒരു മുഖമായിരിക്കുന്ന CP രാധാകൃഷ്ണനെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ മറ്റാരെയും വിളിക്കാതെ പങ്കെടുപ്പിച്ചതിൽ, പല പരിപാടികളിലും അദ്ദേഹത്തെ ഗവർണർമാരെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും K കരുണാകരന്റെ മകനും എല്ലാം BJP-യിലെ മകൾ പത്മജ വേണുഗോപാലും എല്ലാം BJP-യിലേക്ക് പോയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ മക്കളും പോകും, അവരെയും സ്വാഗതം ചെയ്യുന്നു BJP നേതാക്കൾ പറയുന്നു. CPM അത്തരം പ്രചരണങ്ങൾ നടത്തുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇത്തരം ഗവർണർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇത്തരം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടി നടത്തുന്നത്. എന്തായാലും ചാണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, ഈ ഇതിലേക്ക് പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടേക്ക് കല്ലറയിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നീട് ഈ പരിപാടിയിലേക്കും ക്ഷണിക്കുന്നു. ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയുടെ പരിപാടിയിലുണ്ട്, ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ രാഷ്ട്രീയം എന്ത് എന്ന മറുചോദ്യം ഉന്നയിക്കുന്നു. എന്തായാലും പാലക്കാട് ഉൾപ്പെടെ ഈ ഹെഗ്ഡേവാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോൺഗ്രസിൽ കത്തി നിൽക്കുമ്പോൾ, കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം വലിയ രീതിയിൽ ആളിക്കത്തുമ്പോഴാണ് ചാണ്ടി ഉമ്മന്റെ ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളത്. അതിൽ രാഷ്ട്രീയം കാണുന്നവർ തന്നെയാണ് കോൺഗ്രസിലെ മറുവിഭാഗം. ചാണ്ടി ഉമ്മനും രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യ. സജിത്ത്, ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിനകത്ത് ഇത് വലിയ ചർച്ചകൾക്ക് ഇടവെക്കുമെന്ന് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇത്തരമൊരു നീക്കം നടത്തിയെന്ന ചോദ്യമുയരും. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, മറുകേന്ദ്രങ്ങളടക്കം ഇത് ചർച്ചയാവുമ്പോൾ സ്വാഭാവികമായും അത് വലിയ വിവാദമായി മാറുകയും ചെയ്യും.